ടി.ജി. മോഹൻദാസ് എന്ന ആഭാസം പറയുന്ന മനുഷ്യൻ തീവ്ര ഹിന്ദുത്വവാദി അറസ്റ്റിലേക്കോ? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. വൃത്തികെട്ട ഏരണം കെട്ട ആഭാസ സംസാരം നടത്തുന്ന ഒരു മനുഷ്യനാണ് ഇങ്ങനെ. അതായത് എനിക്ക് കുറച്ചുകൂടെ കടുപ്പിച്ച് പറയണമെന്ന് ഞാൻ പറയുന്നില്ല. അതാ ശബരിമല യുവതി പ്രവേശനത്തിൽ ശബരിമല യുവതികൾ കയറണമെന്ന് പറഞ്ഞിരുന്ന ആളാണ്. ഇവരെ പോലുള്ളവർക്ക് ഒന്നിനോടും കമ്മിറ്റ്മെന്റ് ഇല്ല. ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒന്നുമില്ല. വിരോധം, വെറുപ്പ്, അതിൽ ജീവിക്കുന്നവരാണ്. എനിക്ക് നേരെയുള്ള ദേഷ്യം കൊണ്ടാണ് പുള്ളി അർത്തുങ്കലിലെ ക്രിസ്ത്യൻ പള്ളി പൊളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും വാവരും വെളുത്തേന്ന് പറയുന്നതിൽ പ്രകോപിതനായി വെളുത്തച്ഛന്റെ പള്ളി പൊളിക്കണം അല്ലെങ്കിൽ ആർത്തുങ്കൽ പള്ളി പൊളിക്കണം എന്ന് പറഞ്ഞ വിദ്വേഷത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അതായത് തികഞ്ഞ ആഭാസമാണ്. നമ്മുടെ ആർഷഭാരത സംസ്കാരം മഹത്തരമാണ്. പക്ഷേ ആർഷഭാരത സംസ്കാരം ന്യൂജനിലെ പലരും ഷോർട്ട് ഫോം ആക്കി ആഭാസമാക്കാറുണ്ട്. ആഭാസമാക്കുന്നത് ഇതേപോലുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രൊട്ടസ്റ്റിന് വരുന്ന CJPയുടെ പ്രൊട്ടസ്റ്റിന് അവിടെ എത്തിയവർ അല്ലെങ്കിൽ സെന്റർ ടു ലെഫ്റ്റ് നിൽക്കുന്നവർ അവരെല്ലാം റേപ്പ് ഇഷ്ടപ്പെടുന്നവരാണ്, ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്നൊക്കെ പറയുന്നതിന് എന്തർത്ഥമാണ്? പുള്ളിക്ക് എങ്ങനെ അറിയാം? കുറച്ചുകൂടെ കടത്തി ചോദിക്കണമെന്നുണ്ട്. നമ്മുടെ മര്യാദ നമ്മൾ ചോദിക്കുന്നില്ല. എനിക്ക് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ അവരെ എല്ലാം വെടിവെച്ച് കൊണ്ടുവരുന്നു. എന്തൊരു വൃത്തികേടാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് കേൾക്കാം. ബലാത്സംഗം കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. പിന്നെ ദൈവം സഹായിച്ച അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ വഴലൂർ ദിവസം കളിയാണ് അവിടെ നടക്കുന്നത്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ട്. പണ്ട് പുനത്തിൽ എന്തൊരു ആഭാസത്തരമാണ് പറയുന്നത് നോക്കണം. ഈ തീവ്ര ഹിന്ദുത്വവാദം ഹിന്ദുക്കൾക്ക് അപമാനമാണ്, ഈ നാടിന് നാശമാണ്. കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. അല്ല, ജന്തർ ബന്തർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഇതാണ് ജലിയൻ വാലാബാഗിൽ സംഭവിച്ചത്. ഒരു 4 മണി. ഇതാണ് ജലിയൻ വാലാബാഗിൽ സംഭവിച്ചത്. അല്ലെങ്കിൽ അന്ന് നല്ല വലതുപക്ഷക്കാരനായ ലാലാ ലജപത് റായ് ബ്രിട്ടീഷ് ആക്രമണത്തിൽ മരിക്കുന്നതിന്റെ പ്രതികാരം ചോദിക്കാനാണ് നല്ല ഇടതുപക്ഷക്കാരനായ ഭഗത് സിംഗ് പോയത്. നമ്മുടെ നാട്ടിലെ ഇടതും വലതും മധ്യവും ഒക്കെ എന്നും കാണും. പക്ഷെ ഈ തീവ്ര വലത് ഈ നാടിനെ ബാധിച്ച ക്യാൻസറാ. ഒന്ന് ആലോചിച്ച് നോക്കുക. ലാലാ ലജപത് റായ് എന്ന സെന്റർ ടു റൈറ്റ്, വലതേക്ക് ലീൻ ചെയ്ത് നിൽക്കുന്ന മനുഷ്യൻ ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയപ്പോൾ അതിൽ അദ്ദേഹത്തിന് അടി കിട്ടുകയും അദ്ദേഹത്തിന്റെ മരണം ഉണ്ടാകുകയും ചെയ്തു. അതിന് പ്രതികാരം ചോദിക്കാൻ പോയത് ഇടതുപക്ഷക്കാരനായ സോഷ്യലിസ്റ്റായ കമ്മ്യൂണിസ്റ്റ് ലീനിങ് ആയ ഭഗത് സിംഗ് ആണ്. ഈ നാടിന്റെ പൈതൃകം അതാണ്. ഇതേപോലെ ഗോഡ്സേവാദമല്ല. ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. So many things will happen. ഞൊട്ടും. അതാണ് കുറച്ചുകൂടെ കടുപ്പിച്ച് പറയണമെന്നുണ്ട്. അതായത് നിങ്ങളെ പോലുള്ളവർ അങ്ങനെ ചെയ്താൽ ഈ നാടിന്റെ യൂത്വത്തിൽ ഭഗത് സിംഗുമാരും ഉധം സിംഗുമാരും വീണ്ടും ഉണ്ടാകും. അതാണ് പറയേണ്ടിയിരുന്നത്. പക്ഷേ പോട്ടെ, അങ്ങനെ പറയുന്നില്ല. പകരം നമ്മൾ ഗാന്ധിജിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. ആ പാതയിലാണ് പോകേണ്ടത്, സമാധാനത്തിന്റെ പാതയിൽ. ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് പേര് പരാതി കൊടുത്തിരുന്നു. ഞാനും അടക്കം പോലീസിനെ അത് ടാഗ് ചെയ്തിരുന്നു. ഇതേപോലെ ആഭാസം പറയുന്ന തീവ്ര ഹിന്ദുക്കൾക്ക് അപകടമാണ്, ഇന്ത്യക്ക് അപകടമാണ്. ഇതൊരു തരം ഗോഡ്സെ മനോഭാവമാണ്, അല്ലെങ്കിൽ ഗോഡ്സെ മൈൻഡ് സെറ്റാണ്. അവിടെ പ്രതിഷേധത്തിന് വരുന്ന പെൺകുട്ടികൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നതാണെന്നൊക്കെ പറയുന്നത് എന്തൊരു പെർവേർട്ടാണ് ഈ മനുഷ്യൻ എന്ന് നിങ്ങൾ ആലോചിക്കണം. അതിന് തക്കമായ ശിക്ഷ കൊടുക്കട്ടെ. ശ്രീ രമേശ് ചെന്നിത്തല അത് അന്വേഷിക്കുകയാണെന്ന് പറയുകയുണ്ടായി. മുതിർന്ന സൈബർ സെൽ IG അന്വേഷിക്കുമെന്ന് പറയും. ശക്തമായ നടപടി എടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.